ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വിൻസ് ഓഫ് ചേഞ്ചിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ ടോയ്ലറ്റ് എന്നുള്ള വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും അതേപോലെ തന്നെ ആക്ടിവിറ്റീസിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ നമ്മൾ ചെയ്തത് നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തത് തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റർ ആയിട്ടുള്ള ഗീനാം ലോപ്പിൻ്റെ ഒരു മെമ്മയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ കാണേണ്ടത്. മെമ്മയർ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ അവരുടെ ലൈഫിലത്തെ അവരുടെ എക്സ്പീരിയൻസിൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ട് അവർ എഴുതിയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് നമുക്ക് ഈ പഠിക്കാനുള്ളത്. അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെടേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ കിട്ടേണ്ടിയിരുന്ന പല സിറ്റുവേഷൻസും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെഷൻ്റെ അടുത്ത് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കാണാനായിട്ട് സാധിക്കും. ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ ലൈൻ ബൈ ലൈൻ നോക്കാം. Sometimes I wanted to give up and be a good girl who listened to her elders. ചിലപ്പോഴൊക്കെ എനിക്ക് എന്ത് തോന്നാറുണ്ട്, എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുത്തിട്ട് എൻ്റെ മുതിർന്നവർ, എൻ്റെ എൽഡേഴ്സ് പറയുന്ന പോലെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ അവർ അനുസരിക്കുന്ന രീതിയിൽ ഒരു ഗുഡ് ഗേൾ ആയിട്ട്, നമ്മൾ പറയില്ലേ ഗുഡ് ഗേൾ ഗുഡ് ബോയ് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു ലെവലിലുള്ള ഒരു കുട്ടിയായിട്ട്, നല്ലൊരു കുട്ടിയായിട്ട് മാറാം എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. മേ ബി ഐ ഷുഡ് ഹാവ് ഡൺ സംതിങ് ലൈക്ക് ടീച്ചിങ് ഓർ നഴ്സിംഗ് ആസ് മൈ മദർ വിഷ്ഡ്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹം ഞാൻ ടീച്ചിങ്ങിന് പോകണം അല്ലെങ്കിൽ നഴ്സിങ്ങിന് പോകണം എന്നൊക്കെ ആയിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട്, അമ്മ ആഗ്രഹിച്ച പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയായിരുന്നു. People thought these professions were respectable, but I knew I wanted to do something different. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് ടീച്ചർ, നേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക, നോബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നല്ല റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ബഹുമാനിക്കപ്പെടുന്ന തരത്തിലുള്ള ജോലികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെടുത്താൽ മതി എന്നായിരുന്നു എൻ്റെ അമ്മയുടെയൊക്കെ ആഗ്രഹം. പക്ഷേ ഞാൻ എന്താ ആഗ്രഹിച്ചിരുന്നത്, സംതിങ് ഡിഫറെൻറ്റ്, എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ദോ ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് എനിക്ക് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഐ തോട്ട് എ ലോട്ട് അബൌട്ട് ആക്ടിങ്. അപ്പം ഞാൻ എന്നിരുന്നാലും കുറച്ചധികം ചിന്തിച്ചിരുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു, അഭിനയിക്കുന്നതിനെ കുറിച്ചായിരുന്നു. മൈ മദർ സെഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ എ വേസ്റ്റ് ഓഫ് മണി എഡ്യൂക്കേറ്റിംഗ് മീ. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, എന്നെ പഠിപ്പിച്ചത് വലിയ മണ്ടത്തരായിപ്പോയി, പൈസ എന്നെ പഠിപ്പിച്ച് ചിലവാക്കിയ പൈസ വേറെ എന്തെങ്കിലും ചിലവാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിക്കൊക്കെ എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്. ബിക്കോസ് ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു വിത്ത് ദ നോളജ് ഐ ഹാഡ് അക്വയർഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം പഠിച്ചത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു അമ്മ എപ്പോഴും അങ്ങനെ പറയാറുള്ളത്. ഐ ഹാഡ് കം ടു ജോഹന്നസ്ബർഗ് ഫോർ ദ ഡിസംബർ ഹോളിഡേയ്സ് ആഫ്റ്റർ റൈറ്റിംഗ് മൈ മെട്രിക് എക്സാംസ് ആൻഡ് ദെൻ സ്റ്റേഡ് ഓൺ ഹോപ്പിംഗ് ടു ഫൈൻഡ് സംതിങ് ടു ഡു. അപ്പോൾ എന്തായാലും എക്സാമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഇനി എന്താണ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു ഹോപ്പിൽ ഇങ്ങനെ അവരെത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. മൈ എൽഡർ സിസ്റ്റർ വർക്ക്ഡ് ഇൻ ഓറഞ്ച് ഗ്രോവ് ആസ് എ ഡൊമസ്റ്റിക് വർക്കർ. അപ്പോൾ ഓറഞ്ച് ഗ്രോവിൽ അവരുടെ എൽഡർ സിസ്റ്റർ, അവരുടെ ചേച്ചി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡൊമസ്റ്റിക് വർക്കറായിട്ട് വീട്ടിലെ ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നത്. ആൻഡ് ഐ സ്റ്റേഡ് വിത്ത് ഹർ. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യാണ്, നമ്മുടെ റൈറ്ററും ഇതേപോലെ തന്നെ പോയിട്ട് ഇവരുടെ ചേച്ചിയുടെ കൂടെ, എൽഡർ സിസ്റ്ററിൻ്റെ കൂടെ പോയിട്ട് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ ജോയിൻ ചെയ്യും മീൻസ് അവരുടെ റൂമിൽ ഇവർ താമസിക്കുകയാണ്, ഇൻ ഹർ ബാക്ക് റൂം. I didn't know anybody in Johannesburg except my sister's friends whom we went to church with. I was very bored and lonely. പക്ഷേ ഇവൾക്ക് ഒരിക്കലും എന്തുണ്ടായിരുന്നില്ല, അവിടെ ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല. ആകെ അവൾക്ക് അറിയാവുന്ന ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സ്, അവരുടെ കൂടെയാണ് ഇവർ പള്ളിയിലൊക്കെ പോകാറുള്ളത്. അപ്പോൾ അവരെ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഭയങ്കര ബോറടി അല്ലെങ്കിൽ ഭയങ്കര ലോൺലിനെസ് ഒക്കെ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. On weekdays, I was locked in my sister's room so that the madam wouldn't see me. അപ്പോൾ ഇവരുടെ ഓൾറെഡി അതിൻ്റെ ഓണർക്ക് അല്ലെങ്കിൽ ഇവരുടെ ചേച്ചിയുടെ മാഡത്തിന് എന്തറിയില്ല, അനിയത്തി ഇവളുടെ കൂടെയാണ് താമസിക്കുന്നതെന്നുള്ളത് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവരെന്താണ് ചെയ്യാറുള്ളത്, ഇവൾ പുറത്ത് പോകുന്ന സമയത്ത്, ചേച്ചി ജോലിക്ക് പുറത്ത് പോകുന്ന സമയത്ത് ഇവളെന്നെ ഉള്ളിലിട്ട് പൂട്ടുകയാണ് ചെയ്യുക. കാരണം ഉള്ളിൽ ആളുണ്ടെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഷി വാസ് അറ്റ് ഹോം മോസ്റ്റ് ഓഫ് ദ ടൈം. കാരണം ഈ മാഡം എപ്പോഴും വീട്ടിൽ തന്നെയുള്ള ഒരാളാണ്. പെയിൻറ്റിങ് ഹെർ നെയിൽസ്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സ് ഓർ ലൈങ് ഇൻ ദ സൺ ബൈ ദ പൂൾ. അപ്പോൾ എന്താ പറയുക, നെയിൽ പോളിഷ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ചായ കുടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പുറത്ത് വന്നിരുന്നുകൊണ്ടോ ഒക്കെ ആയിട്ട് എപ്പോഴും ഈ മാഡം വീട്ടിൽ തന്നെ ഉണ്ടാവും. ദ സ്വിമ്മിംഗ് പൂൾ വാസ് വെരി ക്ലോസ് ടു ദ റൂം വിച്ച് ഇസ് വൈ ഐ ഹാഡ് ടു കീപ് വെരി ക്വയറ്റ്. അപ്പോൾ ആ ഒരു വീടിൻ്റെ സ്വിമ്മിംഗ് പൂൾ എവിടെയാണ്, ഇവളുടെ റൂമിൻ്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ എപ്പോഴും ഈ മാഡം ഫ്രണ്ട്സൊക്കെ വന്നിരിക്കാറുള്ള സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവൾ ഭയങ്കര ക്വയറ്റായിട്ട് ഭയങ്കര നിശബ്ദമായിട്ട് എപ്പോഴും ഇരിക്കണമായിരുന്നു. കാരണം പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും, അവൾക്കും അവളുടെ ചേച്ചിക്കും ഒരുപോലെ പ്രശ്നമാവും.
മൈ സിസ്റ്റർ ഫെൽറ്റ് ബാഡ് അബൌട്ട് ലോക്കിംഗ് മീ ഇൻ ദ ബട്ട് ഷി ഹാഡ് നോ ആൾട്ടർനേറ്റീവ്. ഇവളെ സിസ്റ്റർക്ക് ചേച്ചിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ പൂട്ടിയിട്ട് പോകുന്നതിനൊക്കെ വിഷമമുണ്ട്, പക്ഷേ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. I couldn't even play the radio, so she brought me books, old magazines and newspapers from the white people. അപ്പോൾ ഇവൾക്ക് എന്തിനും സാധിക്കില്ല, സൗണ്ട് കേട്ടാലോ, അതുകൊണ്ട് ഇവൾ എന്ത് ചെയ്യാറില്ല, റേഡിയോ പോലും ഇവൾക്ക് ഓണാക്കാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചേച്ചി എന്ത് ചെയ്യാറുണ്ട്, ഇവൾക്ക് ബുക്സും പഴയ മാഗസിൻസും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്, ന്യൂസ് പേപ്പേഴ്സൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട് അവിടുത്തെ വൈറ്റ് പീപ്പിളിൻ്റെ കയ്യിൽ നിന്ന്. I just read every single thing I came across, Fair Lady, Woman's Weekly, anything. But then my sister thought I was reading too much. അങ്ങനെ ഇവൾ എന്ത് ചെയ്യാൻ തുടങ്ങി, കയ്യിൽ കിട്ടുന്നത് എല്ലാം വായിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൾ മാറാൻ തുടങ്ങി. So I got a temporary job in a clothing factory in town which made clothes for ladies boutiques. അപ്പോൾ അങ്ങനെ ഇവൾ എന്ത് ചെയ്യാണ്, ഒരു ജോലി സംഘടിപ്പിക്കുകയാണ്, ഒരു ലേഡീസിൻ്റെ തുണിക്കട പോലെ ടെക്സ്റ്റൈൽസ് പോലെ ബുട്ടിക്ക് പോലത്തെ ഒരു സ്ഥലത്തേക്ക് തുണികൾ കൊടുത്തയക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് എന്താ പറയുക ക്ലോത്ത്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു ടെമ്പററി ജോബ്, താൽക്കാലികമായിട്ടൊരു ജോലിയിൽ ഇവൾ പ്രവേശിക്കുകയാണ്. ഐ ലുക്ക്ഡ് ഫോർവേഡ് ടു മീറ്റിംഗ് ന്യൂ പീപ്പിൾ ആൻഡ് ലൈക്ക്ഡ് ദ ഐഡിയ ഓഫ് ബീയിങ് ഔട്ട് ദാറ്റ് റൂം ഫോർ എ ചേഞ്ച്. അപ്പോൾ എന്താണ്, റൂമിൽ നിന്ന് പുറത്ത് കിടക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ പുതിയ ആളുകളൊക്കെ മീറ്റ് ചെയ്യുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ബോർഡം മാറി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ലോൺലിനെസ് മാറി കിട്ടാൻ വേണ്ടിയൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ അതിൽ അവൾക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ദ ഫാക്ടറി നോക്ക്ഡ് ഓഫ് അറ്റ് 4:30 ആൻഡ് ദെൻ ഐ വെൻറ്റ് ടു എ പാർക്ക് നിയർ വേർ മൈ സിസ്റ്റർ വർക്ക്ഡ്. അപ്പോൾ 4:30 ആകുമ്പോഴേക്കും ഫാക്ടറി ഒക്കെ അടയ്ക്കും. അപ്പോൾ അതിനുശേഷം ഇവൾക്ക് ഓടി വന്ന് റൂമിൽ കയറാൻ പറ്റില്ലല്ലോ, കാരണം ഇവരുടെ മാഡത്തിന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവൾ എന്ത് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്, അവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മുടെ ഇവളുടെ സിസ്റ്ററിൻ്റെ ജോലി സ്ഥലം അവിടെയാണ്. അപ്പോൾ ഇവൾ ആ പാർക്കിൽ പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യാറുള്ളത്. ഐ വെയിറ്റഡ് till 6:30 when I could sneak into the house again without the white people seeing me. അപ്പോൾ ഒരു 6:30 മണിയൊക്കെ ആവുന്നത് വരെയും ഇവൾ എന്ത് ചെയ്യാറുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. കാരണം അതിനുശേഷം മാത്രമേ ഇവൾക്ക് റൂമിനകത്തോട്ട്, അല്ലെങ്കിൽ റൂമിൻ്റെ ഓണർ ആ മാഡം കാണാതെ ഇവൾക്ക് അകത്തോട്ട് കയറാനായിട്ട് പറ്റുള്ളൂ. I had to leave the house before 5:30 in the mornings as well. രാവിലെ 5:30 മണിയുടെ മുന്നേ ഇവൾക്ക് റൂം വിട്ട് ഇറങ്ങുകയും വേണമായിരുന്നു, കാരണം മാഡം എണീക്കുന്നതിൻ്റെ മുന്നേ ഇവൾക്ക് പോകണം. That meant I had to find something to do with the time I had before I could catch the 7:30 bus to work, about 2 hours. 5:30 മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും ഇവൾക്ക് ജോലിക്ക് പോകാനുള്ള ബസ് 7:30 ഉള്ളൂ. അപ്പോൾ ആ 2 മണിക്കൂർ ഇവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടാണ് ഈ ടൈം കളയുക എന്നുള്ളത് അവൾക്ക് അറിയുമായിരുന്നില്ല. I would go to a public toilet in the park. For some reason, it was never locked, so I would go in and sit on the toilet seat to read some magazine or other until the right time to catch the bus. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾ എന്ത് ചെയ്യാറുണ്ട്, അപ്പോൾ അവിടെ ബസ് കയറുന്നതിന് ഒരു 2 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ടല്ലോ, 5:30 മുതൽ 7:30 വരെ. അപ്പോൾ ഇവൾ എന്ത് ചെയ്യാറുണ്ട്, അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ടോയ്ലറ്റ് സീറ്റിൽ പോയി ഇരുന്നിട്ട് ഇവൾ എന്ത് ചെയ്യാറുണ്ട്, മാഗസിനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് 2 മണിക്കൂർ തള്ളി നീക്കി ബസ്സിൻ്റെ ടൈം ആകുമ്പോൾ അവൾ അവിടെ നിന്ന് ഇറങ്ങാറാണ് ചെയ്യാറുള്ളത്. The first time I went into this toilet, I was on my way to the bus stop. ഒരു ദിവസം ഇങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്ന വഴിക്കാണ് ആദ്യമായിട്ട് ഇവിടെ അങ്ങനെ ടോയ്ലറ്റിൽ അവിടുത്തെ കയറിയിട്ടുണ്ടായിരുന്നത്. യൂഷ്വലി ഐ വെന്റ് സ്ട്രൈറ്റ് ടു ദ ബസ് സ്റ്റോപ്പ് ഔട്ട്സൈഡ് ദ ഓക്കെ ബസാസ് വേർ ഇറ്റ് വാസ് വെൽ ലിറ്റ് ആൻഡ് ഐ കുഡ് സീ. ഐ വുഡ് വെയിറ്റ് ദ റീഡിംഗ് ഓർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ഗ്രോയിങ് നമ്പർ ഓഫ് കാർസ് ആൻഡ് ബസ്സസ് ഓൺ ദെയർ വേ ടു ടൗൺ. അപ്പോൾ പൊതുവേ അവൾ ആദ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ബസ് സ്റ്റോപ്പിൽ പോയിരിക്കുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്താ പറയുക, വാഹനങ്ങളുടെയും അല്ലെങ്കിൽ ആളുകളുടെയും ഒക്കെ ഇങ്ങനെ എണ്ണമൊക്കെ നോക്കി വെറുതെ ഇങ്ങനെ ബോറടിച്ചിരിക്കുകയാണ് ചെയ്യാറുള്ളത്. ഓൺ ദാറ്റ് ഡേ ഇറ്റ് വാസ് റെയിനിങ് ക്വയറ്റ് ഹാർഡ്, സോ ഐ തോട്ട് ഐ വുഡ് in the toilet until the rain passed. അങ്ങനെ ഇരിക്കുക. അന്നൊരു ദിവസം എന്ത് ചെയ്യുക, ഭയങ്കര മഴ പെയ്യണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ നനയാതിരിക്കാൻ ഒരു ദിവസം അവൾ എന്ത് ചെയ്യാണ്, ആ ടോയ്ലറ്റിനകത്ത് കയറി നോക്കുകയാണ് ചെയ്തത്. മഴ പോകുന്നത് വരെ ഷെൽട്ടർ പോലെ അവൾ അതിനകത്ത് യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. I knocked first to see if there was anyone inside. അപ്പോൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് വാതിൽ തട്ടി നോക്കി ആരെങ്കിലും അകത്തുണ്ടോയെന്ന്. As there was no reply, I pushed the door open and went in. അപ്പോൾ മറുപടി ഒന്നും കേൾക്കാനില്ല എന്ന് കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്യാണ്, ഡോറ് പുഷ് ചെയ്തിട്ട് അകത്ത് കിടക്കുകയാണ്. ഇറ്റ് ഡിഡ് നോട്ട് ലുക്ക് ലൈക്ക് ഇറ്റ് ഹാഡ് ബീൻ പെയിൻറ്റഡ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് പെയിൻ്റ് ഒന്നും അടിച്ചിട്ടില്ലാത്തൊരു ബിൽഡിംഗ് ആണ്, ഒരു എന്താ പറയുക ടോയ്ലറ്റ് ആണ്. ദ ക്ലോസ്ഡ് ലിഡ് ഓഫ് ദ ടോയ്ലറ്റ് വാസ് ഗോയിങ് ടു ബി മൈ സീറ്റ് ഫോർ മെനി മോർണിംഗ്സ് ആഫ്റ്റർ ദാറ്റ്. അപ്പോൾ അന്നാണ് അവൾ ആദ്യമായിട്ട് ടോയ്ലറ്റിനകത്ത് കയറുന്നത്. അപ്പോൾ അതിനുശേഷം ഒരുപാട് ദിവസങ്ങളിൽ രാവിലത്തെ അവളുടെ ഒരു എന്താ പറയുക, അവളുടെ അത് സ്റ്റേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അതെന്തായിരുന്നു, ആ ഒരു ടോയ്ലറ്റിൻ്റെ അകത്തായിരുന്നു. I was very lucky to have found the toilet because the winter was very cold. അപ്പോൾ അതിനുശേഷം എന്ന് പറയുമ്പോഴേക്ക് വിൻ്റർ സീസൺ വന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഷെൽട്ടർ അവൾ അവിടെ കണ്ടെത്തി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. കാരണം അവർ 5:30 തൊട്ട് 7:30 വരെ അവിടെ അങ്ങനെ വെറുതെ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ തണുപ്പ് കാലത്ത്.
Not that it was any warmer in there, but once I would close the door, it used to be a little less windy. അപ്പോൾ അതിനകത്ത് ചൂടായതുകൊണ്ടൊന്നല്ല, പക്ഷേ ആ അതിനകത്ത് കയറി വാതിലടച്ചു കഴിഞ്ഞാൽ വല്ലാതെ തണുപ്പുള്ളിലേക്ക് വരില്ല, അത്ര മാത്രമേ ഉള്ളൂ. Also, the toilet was very small. The walls were wonderfully close to me. It felt like it was made to fit me alone. അപ്പോൾ അവൾ അതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്, അതായത് ഭയങ്കര സ്മോളാണ് ആ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ വാൾസ്, ചുമരുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ചിട്ടായിരുന്നു. കാരണം അവൾക്ക് ഒരാൾക്ക് നിൽക്കാൻ പാകത്തിന് ഉണ്ടാക്കിയതുപോലത്തെ ഒരു റൂമായിരുന്നു അത്. ഐ എൻജോയ്ഡ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൈവസി. ആ ഒരു പ്രൈവസി തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷം തരികയാണ്. I did a lot of thinking while I sat on the toilet seat. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുകയാണ് അവൾ. I did a lot of daydreaming too. ഒരുപാട് പകൽ സ്വപ്നങ്ങളും അവൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. Many times imagining myself in some big hall doing a really popular play with other young actors. ഇവൾക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണല്ലോ, അപ്പോൾ നല്ലൊരു സ്റ്റേജിൽ മറ്റുള്ള ആക്ടേഴ്സിൻ്റെ ഒക്കെ കൂടെ അഭിനയിക്കുന്ന സ്വപ്നങ്ങളൊക്കെ അവൾ അവിടെ ഇരുന്ന് കാണാറുണ്ടായിരുന്നു. I would sit there dreaming. അങ്ങനെ അവിടെ ഇരുന്ന് അവൾ സ്വപ്നം കാണുകയും ചെയ്യുമായിരുന്നു. I started asking myself why I had not written anything since I left school. ഇവളിങ്ങനെ അവളോട് തന്നെ ചോദിക്കാറുണ്ട്, സ്കൂൾ വിട്ടതിന് ശേഷം എന്തുകൊണ്ട് ഞാൻ ഒരു കാര്യവും ഇതുവരെയും എന്ത് ചെയ്തില്ല, എഴുതുക കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല. അറ്റ്ലീസ്റ്റ് അറ്റ് സ്കൂൾ ഐ ഹാഡ് റിട്ടൺ സം പോംസ് ഓർ സ്റ്റോറീസ് ഇൻ ദ സ്കൂൾ മാഗസിൻ ആൻഡ് അതർ മാഗസിൻസ് ആൻഡ് ഓൾസോ ഫോർ സ്കൂൾ കോമ്പറ്റീഷൻസ്. സ്കൂളായ സമയത്ത് അറ്റ്ലീസ്റ്റ് കുറച്ച് കവിതകളോ കഥകളോ ഒക്കെ സ്കൂൾ മാഗസിനിലേക്കോ വേറെ മാഗസിൻസിലേക്കൊക്കെ എഴുതുമെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവർ ഇംഗ്ലീഷ് ടീച്ചർ വാസ് ഓൾവേസ് encouraging. ഞങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഐ റിമെമ്പർ ദ ഡേ ഐ ഷോഡ് ഹിം മൈ ഫസ്റ്റ് പോം. ഐ വാസ് സോ എക്സൈറ്റഡ് ഐ കുഡ്ന്റ് കോൺസെൻട്രേറ്റ് ഇൻ ക്ലാസ് ഫോർ ദ ഹോൾ ഡേ. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് അവൾ എഴുതിയൊരു കവിത അവൾ ഇംഗ്ലീഷ് ടീച്ചർക്ക് കാണിച്ചു കൊടുത്തതും അന്നത്തെ ദിവസത്തെ അവളുടെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റൊക്കെ അവൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. I didn't know anything about publishing then, and I didn't ask myself if my stories were good enough. അപ്പോൾ അതുവരെ അവൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പബ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അവളുടെ വാക്കുകൾ എങ്ങനെയുണ്ടാവുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് എൻജോയ്ഡ് റൈറ്റിംഗ് തിങ്സ് ഡൗൺ വെൻ ഐ ഹാഡ് ദ ടൈം. സമയമുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതുക, ആ ഒരു രീതിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So, one Friday, after I had started being the toilet's best customer, I bought myself a notebook in which I was hoping to write something. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ ഇങ്ങനെ ദിവസേന ടോയ്ലറ്റ് സീറ്റിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയല്ലോ. അപ്പോൾ ആ ടൈമിൽ അവൾ എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും കയ്യിൽ ഒരു നോട്ട്ബുക്ക് കരുതാറുണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതാമെന്ന് വിചാരിച്ചിട്ട്. I didn't use it for a quite while until one evening. കുറേ ആയിട്ട് ഇപ്പോൾ അതൊന്നും യൂസ് ചെയ്യാറില്ല, അവൾ എഴുതാറൊന്നും ഉണ്ടായിരുന്നില്ല. മൈ സിസ്റ്റർ ഹാഡ് ടേക്കൺ ഹർ യൂഷ്വൽ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ ഓഫ് ആൻഡ് ഷി ഹാഡ് ബീൻ ഡിലേഡ് സംവർ. അപ്പോൾ സാധാരണത്തെ പോലെ തന്നെ എല്ലാ തേഴ്സ്ഡേയും ആഫ്റ്റർനൂൺ അവൾക്ക് ഓഫാണ് അവളുടെ സിസ്റ്ററിന്. അപ്പോൾ അതുപോലെ തന്നെ അന്നും അവൾക്ക് ഓഫായിരുന്നു. പക്ഷെ അവൾ വേറെ എവിടെയോ പെട്ടുപോയി, വേറെ എന്തോ കാര്യത്തിൽ വൈകിപ്പോയി. ഐ കെയിം ബാക്ക് ഫ്രം വർക്ക്. പക്ഷെ അത് ഇവൾ അറിഞ്ഞിട്ടില്ല. ഇവളെന്ത് ചെയ്യാണ്, ജോലി കഴിഞ്ഞ് നേരെ തിരിച്ചു വരികയാണ്. ദെൻ വെയിറ്റഡ് ഇൻ ദ പാർക്ക് ഫോർ ദ റൈറ്റ് ടൈം ടു ഗോ ബാക്ക് ഇൻ ടു ദ യാർഡ്. കുറച്ച് നേരം ആ ഒരു പാർക്കിലൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇവൾ സമയം കറക്റ്റ് ആകുമ്പോൾ ചേച്ചി വരുന്ന ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇവൾ എന്ത് ചെയ്യാണ്, റിട്ടേൺ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ദ വൈറ്റ് പീപ്പിൾ ഓൾവേസ് ഹാഡ് ദെയർ സപ്പർ അറ്റ് 6:30 ആൻഡ് ദാറ്റ് വാസ് ദ ടൈം ഐ യൂസ്ഡ് ടു സ്റ്റീൽ മൈ വേ ഇൻ വിതൗട്ട് ഡിസ്റ്റർബിങ് ദം ഓർ ബീയിങ് സീൻ. അപ്പോൾ 6:30 മണി വൈകുന്നേരം ആകുമ്പോഴാണ് സ്ഥിരമായിട്ട് അവർ അവിടുത്തെ മാഡം ഒക്കെ എന്ത് ചെയ്യാറുള്ളത്, ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ആ ടൈമിലായിരുന്നു ഇവൾ ആരും അറിയാതെ അകത്ത് കയറാറുള്ളത്. My comings and goings had to be secret because they still didn't know I stayed there. ഞാൻ വരുന്നതും പോകുന്നതൊന്നും ആ വൈറ്റ് പീപ്പിൾ അല്ലെങ്കിൽ അവിടുത്തെ മാഡം അറിയാൻ പാടില്ല. കാരണം അവർക്ക് അറിയില്ലല്ലോ ഇവരിവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നുള്ളത്. I realized that she hadn't come back and decided to sit down in front of her room where I thought I wouldn't be noticed. I was reading a copy of Drum magazine hoping that she would come back soon before the dog sniffed me out. അപ്പോൾ എന്തായാലും ഇവൾ എന്ത് ചെയ്യണം, അങ്ങനെ ചെന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ചേച്ചി അവിടെ എത്തിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ കുറച്ച് നേരം വായിച്ചിട്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ ഓൾറെഡി ഡോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ മണത്ത് കണ്ടുപിടിക്കുന്നതിൻ്റെ മുന്നേ എത്രയും പെട്ടെന്ന് അകത്ത് കയറണം എന്നൊരു ചിന്തയിൽ ഇവളിങ്ങനെ ചേച്ചീനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. ഐ വാസ് ട്രൈങ് ഹാർഡ് ടു കോൺസെൻട്രേറ്റ് ഓൺ മൈ റീഡിങ്. ഇപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് അവൾ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഉള്ളിൽ നല്ല ടെൻഷൻ ഉണ്ട്, ആരെങ്കിലും വന്ന് കണ്ടുപിടിക്കുമെന്ന്. When I heard two dogs playing, chasing each other nearer and nearer to where I was sitting. അപ്പോഴാണ് അവളിങ്ങനെ കേൾക്കുന്നത്, രണ്ട് നായ്ക്കൾ ഇതേപോലെ തന്നെ പരസ്പരം കടിപിടി കൂടുന്നതും ഓടിക്കുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നതായിട്ട് അവൾക്ക് മനസ്സിലാവുകയാണ്. ആൻഡ് ദെൻ they were in front of me looking as surprised as I was. അങ്ങനെ ഈ നായ്ക്കൾ രണ്ടും കൂടെ ഓടിയിട്ട് എവിടെ വന്ന് നിൽക്കുകയാണ്, അവളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. For a brief moment we stared at each other. കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. Then they started to bark at me. അതിനുശേഷം എന്ത് ചെയ്യാണ്, ആ നായ്ക്കൾ ഇവളെ നോക്കിയിട്ട് കുരയ്ക്കുകയാണ്. I was sure they would tear me into pieces if I moved just one finger, so I sat very still, trying not to look at them, while my heart pounded and my mouth went dry as paper.
അവൾക്കറിയാം 1 ഇഞ്ച് അനങ്ങി കഴിഞ്ഞാൽ അപ്പം ഈ ഡോഗ്സ് രണ്ടും കൂടെ വന്ന് അവളെ കടിച്ച് കീറുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്യാണ്, അനങ്ങാണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ മാക്സിമം നോക്കാനും അവൾ ശ്രമിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെ ചെയ്താലും അവളുടെ ഹൃദയം എന്ന് പറയുന്നത് അങ്ങനെ എന്താ പറയുക ടെൻഷൻ കൊണ്ട് അത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ മൗത്തൊക്കെ ഇങ്ങനെ വരണ്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട് ടെൻഷൻ കാരണം. ദെൻ ദ മാഡംസ് ഹൈ പിച്ച്ഡ് വോയിസ് റാങ് ഔട്ട് അബൌട്ട് ദ ഡോഗ്സ് ബാർക്കിംഗ്. അപ്പോൾ ഇങ്ങനെ നായ്ക്കളെ കുരയ്ക്കുന്നത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ട് മാഡം എന്താണ് അവിടെ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ ഒച്ചയിടുന്നത് അവൾക്ക് കേൾക്കാനായിട്ടുണ്ടായിരുന്നു. ഐറിൻ, ദാറ്റ്സ് മൈ സിസ്റ്റേഴ്സ് ഇംഗ്ലീഷ് നെയിം വിച്ച് വി നെവർ യൂസ്. അപ്പോൾ ഐറിൻ എന്നുകൊണ്ട് അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. കാരണം ഐറിൻ എന്ന് പറയുന്നത് ഇവളുടെ ചേച്ചിയുടെ പേരാണ്. അപ്പോൾ ആ ഒരു പേരാണ് അവർ വിളിക്കുന്നത്. കാരണം ഇവളുടെ റൂമിൻ്റെ അടുത്ത് നിന്നാണല്ലോ ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ അവിടെ ചേച്ചി ഇല്ലെന്ന് അറിയാൻ വേണ്ടി ഐറിനെ വിളിക്കുന്നുണ്ട്. ഐ കുഡൻ മൂവ് ഓർ ആൻസർ ദ കോൾ. ദ ഡോഗ്സ് വർ സ്റ്റാൻഡിങ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ദ ടീത്ത് സോ ത്രെട്ടനിങ്ലി ലോങ്. അപ്പോൾ ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല, എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. കാരണം ഈ നായ്ക്കൾ ഇവളുടെ തൊട്ട് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ പല്ലൊക്കെ അത്രയും നീളമാണ്, കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. വെൻ ദർ വാസ് നോ റിപ്ലൈ ഷീ കെയിം ടു സീ വാട്ട് വാസ് ഗോയിങ് ഓൺ. അപ്പോൾ സൗണ്ടൊന്നും തിരിച്ച് മറുപടി ഒന്നും കേൾക്കുന്നില്ല, ഐറിൻ്റെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല എന്ന് കാണുമ്പോൾ മാഡം എന്ത് ചെയ്യാണ്, തിരിച്ചിങ്ങോട്ട് വരികയാണ്, വീടിൻ്റെ അവിടേക്ക് റൂമിൻ്റെ അവിടേക്ക് വരികയാണ്, എന്താ അവിടെ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ആരെയാണ് കാണുന്നത്, ഐറിൻ്റെ സിസ്റ്ററിനെയാണ് കാണുന്നത്. Oh, it's you. Hello. Then the dog stopped barking, but they hadn't moved. They were still growling at me. അപ്പോൾ ഇവർ വന്ന് മാഡം എന്ന് സംസാരിച്ചപ്പോൾ നായ്ക്കൾ കുറേയൊക്കെ നിർത്തി, എന്നാലും ഇങ്ങനെ മുരണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പ്ലീസ് മാഡം, ദ ഡോഗ്സ് വിൽ ബൈറ്റ് മീ. ഐ പ്ലീഡഡ്, നോട്ട് മൂവിങ് മൈ ഐസ് ഫ്രം ദം. അപ്പോൾ ഇങ്ങനെ ഇവിടെ മാഡത്തിനോട് പറയണം, അയ്യോ ഈ നായ്ക്കൾ ഇപ്പോൾ എന്നെ കടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെഞ്ചാണ്. നോ, ദേ വോണ്ട് ബൈറ്റ് യു. വെൻ ഡിഡ് യു കം ഇൻ? വി ഡിഡ്ന്റ് സീ യു. അപ്പോൾ പറയാം, ഇല്ലില്ല അവർ കടിക്കൊന്നുമില്ല, നീ എപ്പോഴാണ് വന്നത്, ഞങ്ങൾ കണ്ടില്ലല്ലോ എന്നാണ് മാഡം ചോദിക്കുന്നത്. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ സം ടൈം നൗ. മൈ സിസ്റ്റർ ഈസ് ഇൻ ഹിയർ. ഐ ആം വെയിറ്റിംഗ് ടു ടോക്ക് ടു ഹർ. അപ്പോൾ പറയും, ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി, സിസ്റ്ററിനെ ഇവിടെ കാണാനില്ല, അപ്പം ഞാൻ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു എന്ന് അവൾ പറയുകയാണ്. ഓ, ഷീ ഈസ് നോട്ട് ഹിയർ. ഐ ക്യാൻ ഗിവ് ഹെർ മെസ്സേജ്. യു ഗോ ഓൺ ഹോം. ഐ വിൽ ടെൽ ഹർ ദാറ്റ് യു വോണ്ട് ടു സീ ഹർ. പറയും, ശരി, അവളെ ഞാൻ അറിയിച്ചോളാം, നീ ഇപ്പോൾ അകത്തേക്ക് ചെല്ലുക എന്നുള്ള രീതിക്ക് അവർ പറയുന്നുണ്ട്. Every morning I had to wake up straight away, roll my bedding and put it all under the bed where my sister was sleeping. അപ്പോൾ എന്നും രാവിലെ ഇവൾ എന്താ ചെയ്യാറുള്ളത്, ഇവളെ ചേച്ചിയൊക്കെ എണ്ണീക്കുന്നതിൻ്റെ മുന്നേ എഴുന്നേക്കുന്നു, 5:30 ആകുമ്പോഴേക്ക് പോകണ്ടേ, എല്ലാ സാധനങ്ങളൊക്കെ മടക്കി ബെഡിൻ്റെ അടിയിലേക്ക് വെക്കും, കാരണം ആരും അറിയാൻ പാടില്ലല്ലോ. ഐ വാസ് നോട്ട് സപ്പോസ്ഡ് ടു പുട്ട് ഓൺ ലൈറ്റ് ഓൾദോ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക്. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ ലൈറ്റ് ഇടാനൊന്നും പാടില്ലായിരുന്നു അവൾക്ക്. ഐ വുഡ് ലൈറ്റ് എ കാൻഡിൽ ആൻഡ് ടിപ്പ് ടോപ്പ് മൈ വേ ഔട്ട് വിത്ത് എ സോപ്പ് ഡിഷ് ആൻഡ് ടൂത്ത് ബ്രഷ്. അപ്പോൾ ജസ്റ്റ് ഒരു കാൻഡിൽ കത്തിച്ചിട്ടാണ് അവൾ കുളിക്കാനും അതേപോലെ തന്നെ ബ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് പോകാറുള്ളത്. ഐ ഹാഡ് ഡു എവറിത്തിങ് ആൻഡ് ബി ഓഫ് ദ പ്രൊമൈസസ് ബൈ 5:30 വിത്ത് മൈ ഷൂസ് ഇൻ മൈ ബാഗ്. ഐ ഓൺലി പുട്ട് ദം ഓൺ വൺസ് ഐ വാസ് സേഫ്ലി ഔട്ട് ഓഫ് ദ ഗേറ്റ്. അപ്പോൾ 5:30 ആകുമ്പോഴേക്കും ഇവൾക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൾ എന്ത് ചെയ്യാറുണ്ട്, സൗണ്ട് ഉണ്ടാക്കാതെ ചെരുപ്പടക്കം ഇവൾ ബാഗിനകത്താണ് ഇടുക. ഗേറ്റ് കടന്നതിന് ശേഷം മാത്രമേ അവൾ ചെരുപ്പിടുള്ളൂ, കാരണം സൗണ്ട് കേൾക്കണ്ടെന്ന് വെച്ചിട്ട്. Thinking about all these things took my mind away from the biting cold of the night and my wet nose until I saw my sister walking towards me. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സിസ്റ്റർ തിരിച്ചു വരുന്നത് കാണുന്നത്. മോളോ, what are you doing outside in the street? She greeted me. I quickly briefed her on what had happened. അപ്പോൾ ഇവളിങ്ങനെ എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ വേഗം പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കണം. ഇത്ര നേരം നീ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. Oh, what were you doing inside in the first place? You know, you should have waited for me so we could walk in together. അപ്പോൾ തിരിച്ച് ചേച്ചി ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ നീ ഇങ്ങനെ ഉള്ളിൽ വന്നാൽ നിനക്കറിയില്ലേ, അങ്ങനെ വന്ന് ഇരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയില്ല, നിനക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് നടന്നു വരായിരുന്നല്ലോ. Then I could say you were visiting or something. അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് വരുന്ന ഇവർ മാഡം കാണുകയാണെങ്കിൽ എനിക്ക് പറയായിരുന്നു, നീ ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വന്നതാണെന്ന് എന്തെങ്കിലും പറയായിരുന്നു. നൗ യു ടെൽ മീ, വാട്ട് ആം ഐ സപ്പോസ്ഡ് ടു സേ ടു ദം ഇഫ് ദേ സീ യു കം ഇൻ അഗെയിൻ. അപ്പോൾ ഇനി നീ പറ, നിന്നെ ഒരു വട്ടം കൂടി ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ഇവരുടെ അടുത്ത് പറയേണ്ടതെന്നുള്ളത് നീ തന്നെ പറ. She walked angrily towards the gate with me, hesitantly following her. അപ്പോൾ ഇവൾ ഭയങ്കര ദേഷ്യത്തിൽ, എന്താ ചേച്ചി ഭയങ്കര ദേഷ്യത്തിൽ ഗേറ്റിൻ്റെ അവിടേക്ക് പോവാണ്, പിന്നാലെ എന്ത് ചെയ്യാണ്, മടിച്ചിട്ട് ഇവളും പോകുന്നുണ്ട്. I mumbled my apologies and followed her in. By some miracle, no one seemed to have noticed us and we quickly munched a snack of cold chicken and boiled potatoes and drank our tea heartily on speaking terms. അപ്പോൾ എന്തായാലും ഇവൾ ആരും കാണാതെ, എന്തായാലും ഭാഗ്യത്തിന് ആ ടൈമിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടുപേരും കൂടെ അകത്ത് കയറുന്നുണ്ട്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. I just wanted to howl like a dog. ഇപ്പോൾ ഒരു ഡോഗിനെ പോലെ ഇങ്ങനെ ഓരിടാൻ അവൾക്ക് തോന്നുകയാണ്. I wished somebody could come and be my friend and tell me that I was not useless and that my sister did not hate me and tell me that one day I would have a nice place to live. അവൾ വിചാരിക്കണം, എനിക്കും നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാൻ, കുഴപ്പമൊന്നുമില്ല, എല്ലാം ശരിയാവും, എൻ്റെ ചേച്ചിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, നീ അല്ലെങ്കിൽ യൂസ്ലെസ് ഒന്നുമല്ല, നിനക്കും നല്ലൊരു വീടും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഭാവിയിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് അവൾ ആശിച്ചു പോവുകയാണ്.
ദ നെക്സ്റ്റ് മോർണിംഗ് ഐ വോക്ക് അപ്പ് ലോങ് ബിഫോർ ദ അലാം വെൻറ്റ് ഓഫ്. സാധാരണത്തിനെക്കാട്ടിലും മുന്നേ ഇവൾ എന്ത് ചെയ്യാണ്, അടുത്ത ദിവസം എണീക്കുകയാണ്. സം കൈൻഡ് ഓഫ് പെയിൻ വിത്തിൻ പുഷ്ഡ് മീ ടു ഡു എവറിത്തിങ് അറ്റ് ഡബിൾ സ്പീഡ് ആൻഡ് റൺ ടു മൈ ടോയ്ലറ്റ്. അപ്പോൾ എല്ലാ ദിവസത്തെക്കാട്ടിലും സ്പീഡിൽ അവൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, കാരണം അവൾക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട് ഇന്നലത്തെ ഇൻസിഡൻറ്റ്. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ്, വേഗം അവളുടെ ടോയ്ലറ്റിലേക്ക് ഓടാൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. ഐ കോൾ ഇറ്റ് മൈ ടോയ്ലറ്റ് ബിക്കോസ് ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹൗ ഐ ഫെൽറ്റ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അവൾ എൻ്റെ ടോയ്ലറ്റ് എന്നാണ് പറയുന്നത്, പബ്ലിക് ടോയ്ലറ്റിനെ കുറിച്ച്. അപ്പോൾ പറയും അവൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, കാരണം അവളായിട്ട് നിൽക്കാനും അവൾക്ക് ഒരു എന്താ പറയുക കംഫർട്ട് സോണായിട്ട് നിൽക്കാനും വേണ്ടിയുള്ള ഒരേ ഒരു സ്ഥലം ആ ഒരു ടോയ്ലറ്റ് ആയതുകൊണ്ട് അവൾക്കത് മൈ ടോയ്ലറ്റ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നത്. ഐ ഫെൽറ്റ് മൈ സ്പിരിറ്റ്സ് റിയലി ലിഫ്റ്റിംഗ് ആസ് ഐ പുട്ട് ഓൺ മൈ ഷൂസ് ഔട്ട്സൈഡ് ദ ഗേറ്റ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഷൂ ഒക്കെ പുറത്തെത്തിയിട്ട് അവളിട്ട് അങ്ങനെ പുറത്ത് കടന്നപ്പോഴാണ് അവൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നത്. ഐ മെയ്ഡ് ഷുവർ ദാറ്റ് മൈ നോട്ട് ബുക്ക് വാസ് ഇൻ മൈ ബാഗിൽ തന്നെ ബുക്കൊക്കെ വെച്ചിട്ടില്ല എന്നൊക്കെ നോക്കുന്നുണ്ട്. ഐ വാസ് വാക്കിംഗ് ഫാസ്റ്റർ ആൻഡ് മൈ ഫീറ്റ് വർ ഫീലിംഗ് ലൈറ്റർ ഓൾ ദ ടൈം. അപ്പോൾ എന്തായാലും വേഗം സ്പീഡിൽ അവൾ നടക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ദെൻ ഐ നോട്ടീസ്ഡ് ദാറ്റ് ദ ഡോർ ഹാഡ് ബീൻ പെയിൻറ്റഡ്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റിൻ്റെ ഡോർ എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് എ ന്യൂ വിൻഡോ പെയിൻ ഹാഡ് റീപ്ലേസ്ഡ് വിത്ത് ഓൾഡ് ബ്രോക്കൺ വൺ. പുതിയ വിൻഡോ പെയിൻ വെച്ചിട്ടുണ്ട്. ഐ സ്മൈൽഡ് മൈസെൽഫ് ആസ് ഐ റീച്ച്ഡ് ദ ഡോർ. അങ്ങനെ ഡോറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവൾക്കൊരു പുഞ്ചിരി വരികയാണ്. ബിഫോർ ലോങ് ഐ വാസ് സിറ്റിംഗ് ഓൺ ദാറ്റ് ടോയ്ലറ്റ് സീറ്റ് റൈറ്റിംഗ് എ പോം. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, അതിനകത്ത് ഒരു എന്താ പറയുക, അവൾക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര ഹാപ്പിനെസ് അവൾക്ക് ഫീൽ ചെയ്യാണ്. മെനി മോർ മോർണിംഗ്സ് സോ മീ സിറ്റിംഗ് ദ റൈറ്റിംഗ്. സംടൈംസ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ടു ബി എ പോം. മിക്കവാറും എല്ലാ ദിവസവും അവൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും എഴുതാറാണ് പതിവ്. അപ്പോൾ അത് എപ്പോഴും ഒരു കവിത ആയിക്കൊള്ളണമെന്നൊന്നുമില്ല, ചിലപ്പോൾ അധികം സമയം ലാസ്റ്റ് എഴുതി നിർത്തിയതൊക്കെ ഒരു കവിതയായിരുന്നു. ഐ റോട്ട് എനിത്തിങ് ദാറ്റ് കെയിം ടു മൈ ഹെഡ് ഇൻ ദ സെയിം വേ ഐ വുഡ് ഹാവ് ഡൺ ഇഫ് ഐ ഹാഡ് എ ഫ്രണ്ട് ടു ടോക്ക് ടു. ഒരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ അവൾ എങ്ങനെ സംസാരിക്കുമോ അതുപോലെയാണ് അവൾ അവിടെ ഇരുന്നിട്ട് എഴുതാറുള്ളത്. ഐ റിമെമ്പർ സം ഡേയ്സ് വെൻ ഐ ഫെൽറ്റ് ലൈക്ക് ഐ വാസ് ഹൈഡിങ് സംതിങ് ഫ്രം മൈ സിസ്റ്റർ. ഷീ ഡിഡ് നോട്ട് നോ അബൌട്ട് മൈ ടോയ്ലറ്റ് ഇൻ ദ പാർക്ക് ആൻഡ് ഷി വാസ് നോട്ട് ഇൻ ദറ്റ് ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ മൈ നോട്ട് ബുക്ക്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ടോയ്ലറ്റിൽ പോയിരിക്കുന്ന കേസ്. അതേപോലെ തന്നെ അവളുടെ നോട്ട് ബുക്കിനെ കുറിച്ച് എഴുത്തിനെ കുറിച്ചൊന്നും ചേച്ചിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അറിയാനായിട്ട്. Then one morning I wanted to write a story about what had happened at work the day before. അപ്പോൾ തലേ ദിവസം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നടന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ച് അവൾക്ക് എഴുതണം, ഒരു സ്റ്റോറി എഴുതണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ദ സൂപ്പർവൈസർ, എന്താണ് പ്രശ്നം എന്നാണ് ഇനി പറയുന്നത്. ദ സൂപ്പർവൈസർ സ്ക്രീമിംഗ് അറ്റ് മീ ഫോർ നോട്ട് കോളിംഗ് ഹർ വെൻ ഐ ഹാഡ് സീൻ ദ പീപ്പിൾ ഹു സ്റ്റോൾ 2 dresses അറ്റ് ലഞ്ച് ടൈം. ഇപ്പോൾ ലഞ്ച് ടൈമിൽ ആളുകൾ 2 ഡ്രസ്സ് മോഷ്ടിച്ചിട്ട് പോകുന്നത് ഇവൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആ സമയത്ത് സൂപ്പർവൈസറിനെ വിളിച്ചറിയിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു കാരണത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവൾക്ക് നല്ല ഫയറിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് അവൾക്ക് എഴുതണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇറ്റ് ഓൾ കെയിം ബാക്ക് ടു മീ ആൻഡ് ഐ വാസ് സ്മൈലിംഗ് വെൻ ഐ റീച്ച്ഡ് ഫോർ ദ ഡോർ ബട്ട് ഇറ്റ് വുഡൻറ്റ് ഓപ്പൺ, ഇറ്റ് വാസ് ലോക്ക്ഡ്. അങ്ങനെ അവൾ ടോയ്ലറ്റിൻ്റെ മുന്നിലെത്തുന്നുണ്ട്, പക്ഷേ ഡോർ ഓപ്പൺ ആയിരുന്നില്ല, അത് ലോക്ക്ഡ് ആയിരുന്നു. ഐ തിങ്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ അക്സെപ്റ്റഡ് ദാറ്റ് ദ ടോയ്ലറ്റ് വാസ് നോട്ട് മൈൻ ആഫ്റ്റർ ഓൾ. അപ്പോൾ അവൾക്ക് എന്ത് മനസ്സിലാവുകയാണ്, ഇത്രയും ദിവസം എൻ്റെ എന്ന് പറഞ്ഞിരുന്ന ടോയ്ലറ്റ് പോലും എൻ്റെ സ്വന്തമല്ല. സ്ലോലി ഐ വാക്ക്ഡ് ഓവർ ടു ദ ബെഞ്ച് നിയർ ബൈ, വാച്ച്ഡ് ദ ഏർലി സ്പ്രിംഗ് സൺ കം അപ്പ് ആൻഡ് റോട്ട് ദ സ്റ്റോറി എനിവേ. അപ്പോൾ എന്തായാലും അവൾ അവിടെ കിട്ടിയില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്യണം, തൊട്ടപ്പുറത്തുള്ള ബെഞ്ചിൽ പോയിരുന്നിട്ട് അവൾ എന്ത് ചെയ്യണം, അവൾ എഴുതാൻ പ്ലാൻ ചെയ്ത സ്റ്റോറി എഴുതുകയാണ്. അപ്പോൾ ഇത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. നമുക്കിപ്പോൾ എന്തൊരു കാര്യം ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ഏതൊരു വസ്തു ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൈൻ എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നിട്ട് നമ്മൾ വല്ലാണ്ട് അതിലോട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ഗുണങ്ങളൊന്നും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ആ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു വസ്തു നമുക്ക് നമ്മുടേതല്ലാതെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം അത് അവിടെ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അല്ലാതെ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ വെച്ച കാര്യം പോലും മാറ്റിവെക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. നമ്മുടെ റൈറ്റർ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ ആഗ്രഹിച്ചത് എന്തായിരുന്നു, ഒരു സ്റ്റോറി എഴുതാനായിരുന്നു. അതിന് അവർ ആഗ്രഹിച്ച സ്ഥലം, അവരുടെ എന്ന് വിചാരിച്ച സ്ഥലം അവർക്ക് കിട്ടിയില്ല. അപ്പോൾ അവർ പുതിയൊരു സ്ഥലം ചൂസ് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ നമ്മളും ചൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മൂവ് ഓൺ ചെയ്ത് മറ്റൊന്നിലേക്ക് മാറാനുള്ള ഒരു കാപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോറീനെ എടുക്കുക. അപ്പോൾ സ്റ്റോറി എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്